സോ ഗൈസ് ഈ ന്യൂസ് കണ്ടിട്ട് അതായത് കഴിഞ്ഞൊരു 7 ദിവസത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു ഡ്രാമ ന്യൂസ്. ഓക്കെ, പക്ഷെ സംഭവം CPM-നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സീരിയസ് ആണ്. അതായത് CPIM-ൻ്റെ സിറ്റിംഗ് MLA എന്ന സുധാകരനെ 2011 മാറ്റിയിട്ട് അവിടെ അമ്പലപ്പുഴയിൽ നിന്നുള്ള സലാം എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരാളെ MLA സ്ഥാനാർത്ഥിയായിട്ട്, അതായത് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് 2011 എന്ത് ചെയ്തു, CPM പ്രതിഷ്ഠിച്ചു. ആ സമയത്ത് എന്താ പറയുക CPM-ൻ്റെ സിറ്റിംഗ് മണ്ഡലമായതുകൊണ്ട് സലാം അവിടെ ജയിച്ചു. ആ ഒരു ടൈം തൊട്ട് സുധാകരന് എന്താ CPM-ആയിട്ടൊരു കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 7 ദിവസത്തോളമായിട്ട് എന്താ പറയുക CPM-ൻ്റെ പാർട്ടി അംഗത്വം എന്താ പറയുക എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു. അത് സുധാകരനെ പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ സുധാകരന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അമ്പലപ്പുഴയിൽ മത്സരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2016-ലും 2021-ലും സുധാകരൻ മത്സരിച്ച്, അതായത് ഒരു 60-65 വർഷത്തോളമായിട്ട് സുധാകരൻ CPM-ൻ്റെ കൂടെയാണ്. പക്ഷേ ഇവരെന്ത് CPM സീറ്റ് കൊടുത്തില്ല. 2016-ലും 2021-ലും സീറ്റ് കൊടുത്തില്ല. ഓക്കെ, സോറി, 2021-ൽ സീറ്റ് കൊടുത്തില്ല. 2021-ൽ സലാം മത്സരിച്ചു, ജയിച്ചു. 2026 ഇപ്പോഴും സലാമിന് തന്നെയാണ് കൊടുത്തുള്ളത്. മത്സരിച്ചു, ആള് എന്താ പറയുക മത്സരിക്കാൻ പോവുകയാണ്. ഇപ്പം സുധാകരൻ സീറ്റില്ല. അപ്പം സുധാകരൻ എന്ത് ചെയ്തു, ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിൽക്കാൻ പോവാണ്. എവിടെ? അമ്പലപ്പുഴയിൽ. അപ്പോൾ കോൺഗ്രസ് അമ്പലപ്പുഴയിൽ ഇതുവരെ സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഈ സുധാകരന് സ്വതന്ത്രന് പിന്തുണ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇത് മുഖ്യമന്ത്രി വരെ വിളിച്ചിട്ടും വഴങ്ങിയിട്ടില്ല സുധാകരന് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബോധമുള്ള ആരും CPM-നെ സപ്പോർട്ട് ചെയ്യില്ല, CPM-ൻ്റെ കൂടെ നിൽക്കില്ല. ഈ തലയിൽ പട്ടിക്കാട്ടുള്ള ആൾക്കാർ മാത്രമാണ് CPM-നെ സപ്പോർട്ട് ചെയ്യുന്നതും ഓരോ പാർട്ടീൻ്റെ കൂടെ നിൽക്കുന്നതും. തലയിൽ ചോറുള്ള ആൾക്കാരൊന്നും CPM-നെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താ പറയുക ഇതുവരെ അങ്ങനെ വികസനം കൊടുത്തു ഇങ്ങനെ വികസനം കൊടുത്തു പറയുന്നത് മാത്രമുള്ള അതൊന്നും എന്താ പറയുക ഇപ്പം റിയാലിറ്റിയിൽ അതൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഓക്കെ, എത്ര അഴിമതികൾ നടക്കുന്നത്. ഇപ്പം ഇന്നലെ ഉണ്ടെന്ന ന്യൂസാണ് MVD വ്യാജ ലൈസൻസ് കൊടുത്തതിന് സസ്പെൻഷനായ MVD ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തു ജോലിക്ക്. ഓക്കെ, അങ്ങനെ എത്ര ഇത് ഇപ്പം എന്താ പറയുക നേഴ്സുമാരെ സമരം നടന്നുകൊണ്ടിരിക്കണം, 40,000 രൂപ മിനിമം സാലറി ഒക്കെ. അതിന് പോലും സപ്പോർട്ട് ചെയ്യാൻ ആരെ കൊണ്ടിട്ടുള്ള CPM-നെ കഴിയുന്നില്ല. എന്തായാലും ഈ ഒരു ഇലക്ഷനിൽ CPM-ന് ഒരിക്കലും വോട്ട് കൊടുക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.